പ്രഭാഷണത്തിനായി ശ്രീലങ്കയിലേക്ക് വിളിക്കുന്നു. അപ്പൊ അവിടെ ചെന്ന് പ്രസംഗിക്കണം എന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടി PK ബാലകൃഷ്ണന്റെ പ്രേരണയാൽ വായിച്ചു തുടങ്ങിയ ഗുരുദേവ കൃതികളുടെ ആന്തരിക അർത്ഥത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ സുകുമാരന് സാധിക്കുന്നു എന്നതാണ്. സത്യത്തിൽ അവിടെ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അതുവരെ അദ്ദേഹം വാക്പഠാനന്ദന്റെ ശിഷ്യൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. പിൽക്കാലത്ത് മലയാളത്തിലെ വാക്കിന്റെ ഭടനായി സുകുമാരൻ മാറുന്നതും ഈ രണ്ട് ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും ദർശനങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടാണ്. ബികോം കഴിഞ്ഞ വിദ്യാർത്ഥി തൊഴിൽ അന്വേഷിച്ച് ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് യാത്രയാകുകയാണ്. തിരിച്ച് യാത്രയാകുമ്പോൾ ഒരു ഉൾവിളി ഉണ്ടാകുന്നു, വാർധയിൽ ഒന്നിറങ്ങിയാൽ കൊള്ളാം. അങ്ങനെ അവിടെ ഇറങ്ങുന്നു. അവിടെ വെച്ച് അന്ന് മഹാത്മാഗാന്ധിജി മൗനവ്രതത്തിൽ ഇരിക്കുന്ന സന്ദർഭമാണ്. അദ്ദേഹത്തെ ഒന്ന് കാണേണ്ടതിന് വേണ്ടി മാത്രം സുകുമാരൻ ഈ വാർധയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ ഒന്ന് കണ്ടു. തന്നെ അദ്ദേഹം കണ്ടുപോയി എന്നുപോലും സുകുമാരൻ അറിഞ്ഞുകൂടാ. പക്ഷെ ആ കാഴ്ചയിൽ സുകുമാരന്റെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുകയാണ്. അവിടെ അങ്ങ് താമസിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അധിവാസി പറഞ്ഞു, പോകൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. പിന്നീട് നമുക്കറിയാവുന്ന സുകുമാർ അഴീക്കോട് എന്താണെന്നുള്ളത് നമുക്കറിയാം. 19-ാം വയസ്സിലാണ് അദ്ദേഹം പ്രഭാഷണം ആരംഭിക്കുന്നത്. 2012 വരെ ആ പ്രഭാഷണം കേരള സമൂഹത്തിലെ ആകെ ആടി ഉലപ്പിച്ചു. വിമർശനം കൊണ്ടും നിരൂപണം കൊണ്ടും വൈജ്ഞാനികത കൊണ്ടും പ്രബുദ്ധത കൊണ്ടും കേരള സമൂഹത്തെ അദ്ദേഹത്തിന് കയ്യിലെടുക്കാൻ സാധിച്ചു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ അധ്യാപകൻ എന്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ എന്താണോ പറയേണ്ടത് എന്ന് മുൻകൂട്ടി എനിക്ക് മനസ്സിലാക്കാനും മനനം ചെയ്യാനും അതെന്റെ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ പ്രഭാഷകൻ അതെന്നിൽ നിന്നും പുറത്താണ്. ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ, ഞാൻ സംസാരിച്ചു തുടരുമ്പോൾ ഇനി എന്താണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് എനിക്ക് പോലും അറിയാതെ എന്നിൽ ആശയങ്ങൾ വരികയും ആ ആശയങ്ങളെ ഞാൻ പങ്കുവെക്കുകയും ആയിരുന്നു എന്ന് അദ്ദേഹം തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബഷീർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച സാഗര ഗർജനം എന്നാണ്. അത്രമാത്രം വലിയ ഗർജനമായിട്ടൊന്നും ആ പ്രസംഗം നമുക്ക് തോന്നില്ല. വളരെ ശാന്തമായി ഒരു അരുവി എങ്ങനെ അത് കല്ലോലങ്ങളിൽ തട്ടിത്തലോടി കടന്നു പോകുന്നു, ഈ കടന്നുപോക്കൽ മാത്രമാണ് അഴീക്കോട് മാഷിന്റെ പ്രഭാഷണമായിട്ട് തോന്നിയിട്ടുള്ളത്. ഞങ്ങളൊക്കെ അഴീക്കോട് മാഷിന്റെ പ്രഭാഷണം കേൾക്കേണ്ടതിന് വേണ്ടി ഒട്ടേറെ ദൂരങ്ങളിൽ പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഴീക്കോടിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴും എനിക്ക് തോന്നിയൊരു വസ്തുത, അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണങ്ങളുടെ മുഴുവൻ അന്തർധാര ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിന്റെ പ്രകാശം ചൊരിയുക എന്നതായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏത് പ്രഭാഷണത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാലും അവിടെയെല്ലാം ഗുരുദേവന്റെ ദർശനങ്ങളുടെ വൈവിധ്യമാർന്ന ചിന്താധാരകളെ പ്രകാശിപ്പിക്കുന്നതിലാണ് അദ്ദേഹം കൂടുതൽ സമയം കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു അഴീക്കോട് മാഷിനെ ഞാൻ വ്യക്തമായി ഓർക്കുന്നു. ഒരു സന്ദർഭം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അദ്ദേഹം അമല ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയൊരു സന്ദർഭം. ആ അമല ഹോസ്പിറ്റലിൽ അദ്ദേഹം കിടക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വർത്തമാന കാലത്തിൽ അദ്ദേഹം ആരൊക്കെയായിട്ട് കലഹിച്ചുവോ ആ കലഹിച്ചവർ മുഴുവൻ അഴീക്കോട് മാഷിന്റെ അടുക്കലേക്ക് ചെന്നു എന്നതാണ്. നമുക്കറിയാം, വെള്ളപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് എന്തും വേണ്ടി കലഹങ്ങൾ നടന്നതാണ്. ഒരു തമാശയായിട്ടൊക്കെ അദ്ദേഹം പറയുമ്പോഴൊന്നും അതിന് അത്ര ഗൗരവമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അല്ലാത്തവർ പറഞ്ഞാൽ അത് പലതും പൊള്ളും. പക്ഷെ മാഷ് പറയുമ്പോൾ അത് കേട്ടിരിക്കുന്നവർക്ക് അത്ര പൊള്ളൽ അനുഭവപ്പെടില്ല എന്നതാണ് എന്റെ യാഥാർത്ഥ്യം. അത്രമാത്രം തന്റേതായ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, അമല ഹോസ്പിറ്റലില് ആരൊക്കെയുമായിട്ട് അദ്ദേഹം ശണ്ട കൂടിയോ കലഹിച്ചുവോ
അവരെല്ലാം അഴീക്കോട് മാഷിന്റെ അടുക്കൽ ചെല്ലുക എന്ന ഒരു സന്ദർഭമുണ്ട്. ഞാൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ അനങ്ങി, ശബ്ദം പുറത്തേക്ക് വ്യക്തമാകുന്നില്ല. ഞാൻ എന്റെ ചെവികള് ആ ചുണ്ടിന്റെ അടുത്തിലേക്ക് ചായച്ചു. അപ്പൊ മാഷ് എന്നോട് പറഞ്ഞത്, ഇതൊക്കെ ഭേദമാകും, ഞാൻ വരാം എന്നാണ്. വരാമെന്ന് പറയാനുള്ളൊരു കാരണമുണ്ട്. ആലപ്പുഴ ജില്ലയിലെ അവസാനമായി അദ്ദേഹം താമരക്കുളം PBHS ഹൈസ്കൂളിന്റെ 75ാം വാർഷികത്തിൽ പങ്കെടുത്തു. ക്ഷീണിതനും രോഗിതനുമായ ഘട്ടത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗുരു നിത്യചൈതന്യ എന്നീ ലൈബ്രറിയിൽ കൂടി വരാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അവിടുന്ന് യാത്രയാകുമ്പോഴേക്കും വളരെ ക്ഷീണിതനായിരുന്നു. സുരേഷിനെ ഫോണിൽ വിളിച്ചു. സുരേഷ് പറഞ്ഞു, മാഷിന് സംസാരിക്കണം. അദ്ദേഹം എന്നോട് സംസാരിച്ചു. ശരീരത്തിന് വളരെ തളർച്ചയുണ്ട്, അതുകൊണ്ട് അവിടേക്ക് വരാൻ കഴിയുന്നില്ല, പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ ദേശത്ത് നിന്ന്, ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് അവസാനമായി പങ്കെടുത്ത പരിപാടിയിൽ പോവുകയാണ്. പിന്നീട് കുറെ എനിക്കൊന്ന് വീണ്ടും ഒരു 7-8 മാസത്തിന് ശേഷമാണ് പിന്നെ അമല ഹോസ്പിറ്റലിൽ വെച്ച് അവസാനം അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇതൊക്കെ കഴിയട്ടെ, ഞാൻ വരാമെന്നാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സില് അവിടെ വരണം, അല്ലെങ്കിൽ വരാൻ കഴിയാതെ പോയി എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ ഈ രോഗത്തിന്റെ അവസ്ഥയിൽ ഉണ്ടെന്നുള്ളതാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമാണ്. എന്നെ സംബന്ധിച്ച് മാത്രമല്ല, എന്നെ പോലെ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പറയുവാൻ ഒരുപാട് പേർക്ക് കഴിയുന്നു എന്നതാണ് അഴീക്കോട് മാഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ ഒരു ആളിനെ മാവേലിക്കര പോലുള്ള ഒരു പ്രദേശത്തിലെ അദ്ദേഹത്തെ അടുത്തും അകലെയും ഒക്കെ നിന്ന് കണ്ട കുറച്ച് പേര് ഒത്തുകൂടി നമുക്ക് മാഷിന്റെ ജന്മദിന ആഘോഷം നടത്തണം എന്ന് ഒരു ആലോചന വരുന്നു. ആ ആലോചനയുടെ പൂർണ്ണമായ നേതൃത്വം ഏറ്റെടുത്തത് റജിയാണ്. ഏതാണ്ട് 14ാമത്തെ പരിപാടിയോടുകൂടി ഈ ഞങ്ങളുടെ സമിതിയുടെ ഈ സമ്മേളനം ഇവിടെ സമാപിക്കുന്ന എന്നതാണ്. ഇന്നത്തെ മാവേലിക്കരയിൽ നടത്താനുള്ള പരിപാടിയാണ്. സച്ചിദാനന്ദ സ്വാമികളാണ് പറഞ്ഞത്, അത് നമുക്ക് ഇവിടെ വെച്ച് നടത്താം. സ്വാമികൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരിക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ദൗത്യം. അതുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഹരികുമാർ ഇവിടെ ഭംഗിയായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കും. അതുപോലെ തന്നെ പന്നേറ സാറുണ്ട്. ഇവരൊക്കെ നമ്മുടെ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അഴീക്കോട് മാഷ് എങ്ങനെ ആയിരുന്നു എന്നതായിരിക്കാം അവരുടെ വിഷയങ്ങളുടെ അടിസ്ഥാനമെന്ന് ഞാൻ മനസ്സിലാക്കും. സച്ചിദാനന്ദ സ്വാമികള് എങ്ങനെ സുകുമാർ അഴീക്കോട് ഈ ശിവഗിരി പടവുമായി ബന്ധപ്പെട്ടു എന്നത് ഒട്ടുവളരെ അനുഭവങ്ങളിലൂടെ അദ്ദേഹത്തിന് പറയാനുണ്ട്. അത് കുറെ ഞങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരവും ലഭിച്ചു. ഇതിൽ കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് കരുതിക്കൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബ്രഹ്മശ്രീ ഡോക്ടർ സച്ചിദാനന്ദ സ്വാമികളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. തിരിയുന്നു കരുക്കളായി ചരാചരമിന്നാരുടെ നിത്യലീലയിൽ, അരുളട്ടെ നമുക്കവൻ ശുഭം പരമേശൻ ഭവമുക്തിദായകൻ. സത്യജിജ്ഞാസുക്കളായ സദസ്യരെ, ശ്രോതാക്കളെ, ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ എല്ലാം സ്നേഹാദരണീയനായ ശ്രീ ജോർജ് തഴക്കര അവരുടെ, എൻ്റെ ആത്മ സഹോദരനായ വിയൻ സ്വാമി, ഇന്ന് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ എം കെ ഹരികുമാർ, അതുപോലെ
പ്രഭാഷകനായിരിക്കുന്ന ഡോക്ടർ അജയൻ പനേറ, പ്രാസംഗികരായിട്ടുള്ള ശ്രീ ബാബു പാക്കനാട്, അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശ്രീ VS സന്തോഷ് കുമാർ, സ്വാഗതം പറഞ്ഞ ശ്രീ ഷോണി ശരിവെള്ള, മറ്റ് സഹോദരന്മാരെ, എല്ലാവർക്കും ശിവഗിരി മഠത്തിന്റെ ആശംസാഭരിതമായ പൂപ്പുകൈകളും മംഗളാശംസകളും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ നിരൂപകനും പ്രാസംഗികനും സാഹിത്യകാരനും ഒക്കെയായിരുന്ന ആധുനിക കേരളത്തെ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വാമൊഴിയായും വരമൊഴിയായും വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി ദിനം ഇന്നേ ദിവസം നാം ഇവിടെ ലാളിത്യം എന്ന പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുക. അഴീക്കോട് മാഷിന്റെ ജന്മശതാബ്ദി ശിവഗിരി മഠത്തിൽ വെച്ച് ഇപ്രകാരം നമുക്ക് നടക്കാൻ സാധിച്ചത് ഒരു നിയോഗമായി ഞാൻ കണക്കാക്കുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്ത് അഴീക്കോട് മാഷിനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുള്ളപ്പോൾ ഇതേ രൂപത്തിലല്ല, ഇതിനേക്കാൾ കുറെ കൂടെ വലിയ രൂപത്തിൽ മാഷിന്റെ ഈ ജന്മശതാബ്ദി കേരളക്കരയിൽ ആഘോഷിക്കേണ്ടതായിരുന്നു. അത് ആ രൂപത്തിൽ നടക്കാതെ പോയതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്, ദുഃഖമുണ്ട്. കാരണം നമ്മളുടെ സുഗതകുമാരി ടീച്ചർ അഴീക്കോട് മാഷ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ അടുത്ത ദിവസത്തെ പത്രത്തിൽ എഴുതിയ ഒരു ലേഖനത്തില് ലീലാവതി ടീച്ചർ എഴുതി, കേരളത്തിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. പ്രസംഗം, സാഹിത്യം, വിമർശനം, ഈ രംഗത്ത് ഇത്രയേറെ തലയെടുപ്പോടുകൂടി സംഭാവനകൾ ചെയ്ത മറ്റൊരു വ്യക്തി ഇതിനു മുമ്പ് ഉണ്ടായില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന് ആരാണ്? സുഗതകുമാരി ടീച്ചറാണ് പറഞ്ഞത്. ഞാനിത് വായിച്ചു കുറെ നേരം ചിന്തിച്ചിരുന്നു. ഒരു സ്ഥിതി കഥനമല്ലേ വാസ്തവത്തിലാണ്. ആ തലത്തിൽ ചിന്തിക്കുമ്പോൾ സുകുമാർ അഴീക്കോടിനോട് ചേർത്ത് വെച്ച് പഠിക്കാൻ നമുക്ക് മറ്റാരെയും കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള വലിയ സാഹിത്യ കുലപതിയുടെ 100ാമത് ജയന്തി ആഘോഷം ഗംഭീരമായ പരിപാടികളോടുകൂടി കേരളക്കരയിൽ നടക്കേണ്ടതായി. ശിവഗിരി മഠത്തിന്റെ ആത്മബന്ധുവാണ് സുകുമാർ അഴീക്കോട്. ഞാൻ ആലോചിച്ചപ്പോ മാഷിന്റെ ജന്മശതാബ്ദി ലളിതമായിട്ടെങ്കിലും ശിവഗിരി മഠത്തിൽ വെച്ച് ആഘോഷിക്കാം. അങ്ങനെയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം 16-ാം തീയതി ഇവിടെ വെച്ച് തന്നെ ചെറിയൊരു സമ്മേളനവും ഒരു ആലോചനാ യോഗവും നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ദിനമായ ഇന്നേ ദിവസം മെയ് മാസം 12-ാം തീയതി ഇതേ ഹാളിൽ വെച്ച് തന്നെ നമുക്കൊരു സമ്മേളനം കൂടി നടത്താം എന്ന് ഞാൻ ഇവരെ അറിയിച്ചു. മാവേലിക്കരയില്
സുമർ അഴീക്കോടിന്റെ ആത്മബന്ധുക്കൾ, ആത്മസുഹൃത്തുക്കളായ ഒരുപറ്റം ചെറുപ്പക്കാർ ചേർന്ന് രൂപം നൽകിയിട്ടുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി കമ്മിറ്റി ഈ കാര്യത്തിൽ ശിവഗിരി മഠവുമായി സഹകരിക്കുകയുണ്ടായി. അതിന്റെ വെളിച്ചത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഇങ്ങനെ ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ വാഗ്ഭടനായി. ഞാൻ ഇന്ന് കേരള കൗമുദിയിൽ എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാഷയുടെയും ചരിത്രത്തിന്റെയും വാഗ്ഭടനായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. അഴീക്കോട് തന്റെ ആചാര്യനായി ആദ്യം അന്തരാത്മാവിൽ നിറച്ചത് പ്രസിദ്ധ വാഗ്മിയും ആത്മീയ ആചാര്യനുമായിരുന്ന ശ്രീ വാഗ്ഭടാനന്ദ ഗുരുദേവനെയാണ്. പ്രതിവാദി ഭയങ്കരനായിരുന്നു വാഗ്ഭടാനന്ദൻ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെ മതപരമായും ആത്മീയമായും സാമൂഹികവുമായ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിച്ചിട്ടുള്ള നേതൃനിരയിൽ നിൽക്കുന്ന മഹാത്മാക്കളെ ഒക്കെ സമീപിച്ച് ഈ വാഗ്ഭടാനന്ദൻ വാദപ്രതിവാദങ്ങൾ നടത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും വാദപ്രതിവാദങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ കരുത്തും മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ശ്രീ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകി. കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു യഥാർത്ഥ പേര്. ആ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വാഗ്ഭടാനന്ദനായി മാറിയത് അങ്ങനെയാണ്. ആ വാഗ്ഭടാനന്ദൻ അന്ന് കേരളക്കരയിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുമായി തന്റെ തീക്ഷ്ണമായ ബുദ്ധിയെ ഒന്ന് ഉരച്ചു നോക്കുവാൻ താല്പര്യത്തോടു കൂടി ജീവിച്ചാണ്. നമ്മുടെ മഹാകവി കുമാരനാശാനുമായി കാർത്തികപ്പള്ളിയിൽ വെച്ച് വാഗ്ഭടാനന്ദൻ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിട്ട്, ആശാൻ ഈ വാദപ്രതിവാദമൊന്നുമില്ല, ഗുരുവിന്റെ പാതയെ പിന്തുടർന്നുകൊണ്ട് വാദപ്രതിവാദങ്ങൾക്ക് ഉപരിയായ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് എങ്കിൽ വാഗ്ഭടാനന്ദൻ വാദപ്രതിവാദത്തിനായി ഒരുങ്ങിയപ്പോ ആശാൻ അതിന് നിൽക്കാതെ ആ വാദം അവസാനിപ്പിച്ചു എന്നാണ് ചരിത്രം. ആ വാഗ്ഭടാനന്ദൻ പിന്നീട് ഒരു വാദപ്രതിവാദത്തിന് വേണ്ടി വാഗ്ഭടാനന്ദൻ യോഗത്തിലാണത് കഴിഞ്ഞ സംസാരിക്കുന്നത്. അപ്പോ വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കാണുവാൻ ആലുവ അദ്വൈതാശ്രമത്തിലെത്തി. ഗുരുദേവനുമായിട്ടൊരു വാദപ്രതിവാദം നടത്താൻ ഈ ചിന്താഗതിയോടുകൂടിയാണ് വാഗ്ഭടാനന്ദൻ ആലുവ അദ്വൈതാശ്രമത്തിലെത്തിയത്. ഗുരുവുമായി പരിചയപ്പെട്ട് ഗുരുദേവന്റെ ഒരു ജാതി, ഒരു മതം, മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി തുടങ്ങിയ സന്ദേശങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഗുരുവിന്റെ ഈ കാഴ്ചപ്പാടും വീക്ഷണവും ഒക്കെ ഞാൻ അധികമായി അംഗീകരിക്കുന്നു. പക്ഷേ തന്റെ വാദമുഖം വാഗ്ഭടാനന്ദൻ ഗുരുവിന്റെ മുമ്പിൽ എടുത്തിടുകയാണ്. വിഷയം വിഗ്രഹാരാധനയാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നിന്നും ആരംഭിച്ച ക്ഷേത്രപ്രതിഷ്ഠകൾ, ആ ക്ഷേത്രപ്രതിഷ്ഠകൾ വാഗ്ഭടാനന്ദനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്തതായിരുന്നു എന്ന പക്ഷക്കാരനായിരുന്നു. വാഗ്ഭടൻ ഗുരുവിനോടായി പറഞ്ഞു,
വിഗ്രഹാരാധന സംബന്ധിച്ച കാര്യത്തിൽ ഞാൻ സ്വാമിയുടെ പക്ഷത്തല്ല. വാദമുഖമെടുത്ത് ഗുരുവിന്റെ മുമ്പിൽ വെച്ചു. ഗുരു എന്ത് പ്രതികരിക്കും? കാതും കുളിപ്പിച്ചു ഗുരുവിന്റെ ഭക്തന്മാരും ശിഷ്യന്മാരും നിലയുറപ്പിച്ചിരിക്കുന്നു.